ഇവരെന്താ ഉമ്മ വെച്ച് കളിക്കാൻ വന്നതാണോ ബിഗ് ബോസിൽ? ബിഗ് ബോസിൽ ഒരാൾ കരയുന്നതും വഴക്കിടുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 സീസണുകളും കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരുടെ കാട്ടായങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും നമുക്ക് അവർ നല്ല ഫ്രണ്ട്സ് അല്ല, അല്ലെങ്കിൽ അവർ നല്ല പ്രണയത്തിലായിരിക്കാം, ഒന്നും നമുക്ക് അവിടെ തർപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ അവരത് റിവീൽ ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ പ്രണയത്തിലാണ്, ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇഷ്ടത്തിലാണ് എന്ന്. നമുക്കറിയാം സീസൺ 1 പേളിയും ശ്രീനിഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ച സമയത്ത് പോലും അവർ രണ്ടുപേരും ധൈര്യത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം. ഇവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രണയത്തിലല്ലേനും അന്നാ ഞങ്ങൾ പ്രണയത്തിലായ കാമുകന്മാർ കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കാണിക്കും, അന്നാ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഇത് എന്ത് ബന്ധമെന്നാണ് പറയുക? അതുകൊണ്ടല്ലേ പ്രേക്ഷകർ ഇത് അംഗീകരിക്കാത്തത്? നമുക്കറിയാം ഇതൊരു കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുന്നവരല്ല. അത് ചിലപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരുടെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുന്ന കൂട്ടത്തിലായിരിക്കാം. ഇപ്പോൾ മറ്റുള്ള ബിഗ് ബോസുകളിലൊക്കെ, മറുഭാഷ ബിഗ് ബോസുകളിലൊക്കെ ഇത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോയൊക്കെ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ രാത്രി ലൈവ് കാണാനിരിക്കുന്ന സമയത്ത് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം അവർ ലൈവിൽ കാണിച്ചു കൂട്ടുന്നത്. ഇത് ഒരു ജനങ്ങൾക്കും അത് ഫാമിലി ആയിട്ട് ഈ ബിഗ് ബോസ് ഷോ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത്. ഫാമിലി ആയിട്ട് നമ്മൾ ഈ ലൈവ് കാണാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ എങ്ങനെയാണ് ലൈവിലിരുന്ന് കാണുന്നത്? ഇത് ഇവർക്ക് എന്താണ് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? ഇത്രയും സീസണുകളൊക്കെ കണ്ടു പഠിച്ച് ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ വന്ന സമയത്ത് ഇവർക്ക് പ്രേക്ഷകർ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്നിവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലേ? ഇവർ തമ്മിൽ എന്താണ് എന്ന് അവർക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. രണ്ടുപേരും കടിച്ച് കളിക്കുന്നു, ഉമ്മ വെച്ച് കളിക്കുന്നു, കെട്ടിപ്പിടിച്ച് കളിക്കുന്നു, രണ്ടുപേർക്കും ഉറക്കമില്ല, രണ്ടുപേരും അടുത്തടുത്ത ബെഡിൽ വന്ന് കിടക്കുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ബിഗ് ബോസിനുള്ളിൽ? ഇത് ഇവർക്ക് തന്നെ നെഗറ്റീവ് ആവും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരു ജീവിതമുണ്ട്, ഇവർക്ക് ഫാമിലിയുണ്ട്, ഫാമിലി ഇതുമൂലം എന്തെല്ലാം നാണക്കേട് അനുഭവിക്കേണ്ടി വരും എന്നൊന്നും ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? എങ്ങനെയെങ്കിലും ഗെയിം ജയിക്കുക, അല്ലെങ്കിൽ 100 ദിവസം അവിടെ പിടിച്ചു നിൽക്കുക എന്ന് മാത്രമാണോ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നേ ഇല്ല.